2026 പുതുവർഷം പിറക്കുന്നതോടെ രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിരവധി നിയമങ്ങളിലും സേവനങ്ങളിലും നിർണായക മാറ്റങ്ങൾ വരികയാണ്. ഭക്ഷ്യസുരക്ഷ, ഡിജിറ്റൽ പണമിടപാടുകൾ, തപാൽ സേവനങ്ങൾ, റെയിൽവേ സമയക്രമം, ആധാർ പാൻ കാർഡ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. ജനുവരി 1 മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനായി പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള മദ്യത്തിന് ഡിപ്പോസിറ്റ് സ്കീം നടപ്പാക്കുകയാണ്. ഇനി മുതൽ ബെവ്കോയും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള മദ്യം വാങ്ങുമ്പോൾ 20 രൂപ അധികമായി നൽകണം. ഉപയോഗിച്ച ശേഷം ശൂന്യമായ കുപ്പി സംസ്ഥാനത്തെ ഏതെങ്കിലും മദ്യഷോപ്പിൽ തിരികെ നൽകിയാൽ ഈ 20 രൂപ ഉപഭോക്താവിന് തിരികെ ലഭിക്കും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയായ FSSAI പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ചായ എന്ന പേരിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ കമീലിയ സിനിസിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള തേയിലച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാനീയങ്ങളെ മാത്രമേ ചായ എന്ന ലേബലിൽ വിപണിയിൽ വിൽക്കാൻ പാടുള്ളൂ. പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ പാനീയങ്ങളെ ഇനി ചായ എന്ന് വിളിക്കാനോ ബ്രാൻഡ് ചെയ്യാനോ അനുവദിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് മിസ് ബ്രാൻഡിംഗ് ആയി കണക്കാക്കി നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം ഗ്രീൻ ടീ, ഇൻസ്റ്റന്റ് ടീ തുടങ്ങിയവയും യഥാർത്ഥ തേയിലയിൽ നിന്നു തന്നെ നിർമ്മിച്ചതായിരിക്കണം എന്നാണ് അതോറിറ്റിയുടെ നിർദ്ദേശം. വിവിധ ആപ്പുകളിലൂടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള UPI ഓട്ടോപേ മാൻഡേറ്റുകൾ, അതായത് ആവർത്തിച്ചു വരുന്ന പേയ്മെന്റുകൾ നിയന്ത്രിക്കുന്നത് ആവശ്യമായ ഒന്നായിരുന്നു. ഇതിന് പരിഹാരമായി UPI ഹെൽപ്പ് എന്ന സംവിധാനം ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. UPIhelp.npci.org എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്താൽ നിങ്ങൾ സജീവമാക്കിയ എല്ലാ ഓട്ടോപേ മാൻഡേറ്റുകളുടെയും വിശദാംശങ്ങൾ ഒരൊറ്റ വിൻഡോയിലൂടെ പരിശോധിക്കാം. താൽക്കാലികമായി ഒരു പേയ്മെന്റ് നിർത്തണമെങ്കിൽ പോസ് ഓപ്ഷനും പൂർണ്ണമായും റദ്ദാക്കാൻ റിവോക്ക് ഓപ്ഷനും ഉപയോഗിക്കാം. ഇതിന് പുറമെ UPI ആപ്പുകളിലെ ഓട്ടോപേ സെക്ഷൻ വഴിയും ഈ സേവനം ലഭ്യമാകും. രാജ്യാന്തര തപാൽ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ചില പഴയ സേവനങ്ങൾ ഇന്ത്യ പോസ്റ്റ് നിർത്തലാക്കുന്നു. ട്രാക്കിംഗ് സൗകര്യമില്ലാത്ത വിദേശ രജിസ്റ്റേർഡ് സ്മോൾ പാക്കറ്റ് സർവീസ്, സർഫസ് എയർ ലിഫ്റ്റഡ് ലെറ്റർ മെയിൻ സർവീസ് തുടങ്ങിയ സേവനങ്ങളാണ് നിർത്തലാക്കുന്നത്. ഇതിലൂടെ കൂടുതൽ സുരക്ഷയും വേഗതയും ഉറപ്പാക്കാനാണ് ലക്ഷ്യം. ഇന്ത്യൻ റെയിൽവേയുടെ പുതുക്കിയ സമയക്രമം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിന്റെ ഭാഗമായി കേരളത്തിലൂടെയും കേരളത്തിലേക്കും പോകുന്ന നിരവധി ട്രെയിനുകളുടെ സമയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി വൈകിട്ട് 4:55 പകരം ഇനി 5:05 പുറപ്പെടുക. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് 30 മിനിറ്റ് നേരത്തെയാക്കി രാവിലെ 10:40 എറണാകുളം ടൗണിലെത്തും. കേരള എക്സ്പ്രസ് ന്യൂഡൽഹി തിരുവനന്തപുരം 20 മിനിറ്റ് നേരത്തെയാക്കി വൈകിട്ട് 4:30 എറണാകുളം ടൗണിലെത്തും. യാത്രയ്ക്ക് മുൻപ് യാത്രക്കാർ പുതുക്കിയ സമയക്രമം പരിശോധിക്കുന്നത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ് സ്ലിപ്പിലെ നമ്പർ ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് പാൻ കാർഡിൽ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ 31 ഇന്ന് അവസാനിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ ആധാർ നമ്പർ നൽകാത്ത പക്ഷം പാൻ കാർഡ് അസാധുവാകാനുള്ള സാധ്യതയും ഉണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.